blessing today. This program is sponsored by വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡുകൾ നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിന് വേണ്ടി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, സിബി ഏബ്രഹാമിനും ഡെൻസി സിബിക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവർക്ക് നൽകിയ മകൻ ജോഷുവയുടെ ബർത്ത്ഡേ ഇന്നലെ ആയിരുന്നല്ലോ. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ആ പൈതലിനായി നന്ദി പറയുന്നു. ആ പൈതലിൻ്റെ മേൽ സകല അനുഗ്രഹങ്ങളും ഞങ്ങളിപ്പോൾ പകരുന്നു. സിബിക്കും ഡെൻസിക്കുമായി പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിനെ കൂടുതൽ അറിയുവാൻ, ആരോഗ്യത്തിലും ദീർഘായുസ്സിലും അനുഗ്രഹിക്കപ്പെടുവാനുമായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. മക്കളെ കർത്താവ് അനുഗ്രഹിക്കണമേ. ജോവാനെയും ജോഷുവെയും ആത്മീയ അനുഗ്രഹങ്ങളാൽ അങ്ങ് നിറയ്ക്കണമേ. ആരോഗ്യത്താലും ദീർഘായുസ്സിനാലും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ ലീല ഏബ്രഹാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആരോഗ്യം നൽകണമേ. എല്ലാ രോഗങ്ങളിൽ നിന്നും പരിപൂർണ സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫാദർ. അതുപോലെ കർത്താവെ, സഹോദരി സിനിക്കും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. ആ കുടുംബജീവിതത്തിൽ വലിയ ദൈവിക സമാധാനത്തെ അങ്ങ് പകരണമേ എന്ന് ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ജോഷുവ. ഗോഡ് ബ്ലെസ് യു. അടുത്ത ഒരു സ്പോൺസർക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ചേർന്ന് അർച്ചനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലിയിൽ അങ്ങ് അനുഗ്രഹങ്ങൾ നൽകണമേ. കർത്താവ് കണ്ടുവച്ചിരിക്കുന്ന ജീവിത പങ്കാളിയെ അങ്ങ് ചേർത്ത് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൊച്ചു കുഞ്ഞിനെയും സുകുമാരിയെയും കർത്താവ് ആരോഗ്യം നൽകി രോഗങ്ങളിൽ നിന്നുള്ള സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരു ഭവനം ലഭിക്കുവാനും അതുപോലെ ഈ കുടുംബം മുഴുവൻ സകല നന്മകളാലും അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫാദർ. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ആറ്റിങ്ങൽ ജനുവരി 9 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. റീജൻസി ഹാൾ, മാമം, ആറ്റിങ്ങൽ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കൊട്ടാരക്കര ജനുവരി 10 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. അരോമ ഓഡിറ്റോറിയം, പുനലൂർ റോഡ്, ചെങ്ങമനാട്. John chapter 21. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം നാം വായിച്ചാൽ 20 and 21. അതിന്റെ 20-21. When we read about the story of Mary Magdalene. അവിടെ നാം മഗ്ദലക്കാരിയായ മറിയയെക്കുറിച്ച്, അവളുടെ കഥയെക്കുറിച്ച് വായിക്കുന്നു. And when Jesus was buried, she was so worried. യേശു കർത്താവിനെ അടക്കപ്പെട്ട സമയത്ത് അവൾ വളരെ ആകുലചിത്തയായിട്ട് മാറി. Because she loved the Lord so much. കാരണം അവൾ കർത്താവിനെ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്നു. Jesus had done a lot of favor for her. അതുമാത്രമല്ല, യേശു കർത്താവിന് അവളോടൊരു പ്രത്യേക പ്രീതിയും ഉണ്ടായിരുന്നു. And when she heard that Jesus' body was buried in a tomb, യേശുവിന്റെ ശരീരം ഒരു കല്ലറയിൽ അടക്കപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത അവൾ കേട്ടപ്പോൾ she was totally worried. അവൾ പൂർണ്ണമായിട്ടും വ്യാകുലപ്പെട്ടു പോയി. And one day, early morning, that was a Sunday morning, ഒരു ദിവസം അതിരാവിലെ, അതൊരു ഞായറാഴ്ച അതിരാവിലെ ആയിരുന്നു. it was still dark. അത് ഇരുട്ടുള്ള സമയമായിരുന്നു. Alone she went to the tomb. ഓർക്കുക, തനിയെ അവൾ ആ കല്ലറയുടെ അടുക്കിലേക്ക് ചെന്നു. This time she is not looking for any blessing from the Lord. ഈ സമയത്ത് അവൾ കർത്താവിനെ അന്വേഷിച്ചത് അവൾക്കൊരു അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടല്ല, not any gift from the Lord, അവനിൽ നിന്ന് ഏതെങ്കിലും ഒരു സമ്മാനം കിട്ടുമെന്നുള്ള പ്രതീക്ഷയ്ക്കല്ല, but she was searching for him.
പകരം യേശുവിനെ കണ്ടെത്താനായിട്ടാണ് അവൾ കല്ലറയുടെ അടുക്കൽ പോയത്. There is a principle in this. ഇതിൽ ഒരു തത്വം ഒളിഞ്ഞിരിപ്പുണ്ട്. So many people in the beginning, they go after Jesus just to get blessings. ഒത്തിരി ആളുകളും യേശുവിൻ്റെ അടുക്കൽ ആദ്യമേ സമീപിക്കുന്നത് അവനിൽ നിന്ന് ചില അനുഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. Some healings. ചില രോഗസൗഖ്യങ്ങൾ. I want a job. ഒരുപക്ഷെ ജോലി. I want a house. എനിക്കൊരു വീട് വേണം. Or some financial breakthrough. എനിക്ക് ചില ഭൗതികമായ വിടുതലുകൾ വേണം. But later, when you deepen the relationship with Jesus, you are not looking for any gift anymore, but you really want to get His presence, His person. എന്നാൽ പിന്നീട് യേശുവുമായുള്ള സാമീപ്യത്തിൽ നിങ്ങൾ കൂടുതൽ വളർന്നു കഴിയുമ്പോൾ പിന്നീട് നിങ്ങൾ അവനെ അന്വേഷിക്കുന്നത് ഒരിക്കലും അനുഗ്രഹങ്ങൾക്കോ നന്മകൾക്കോ വേണ്ടിയായിരിക്കില്ല, പകരം അവൻ്റെ സാന്നിധ്യത്തിന് വേണ്ടിയായിട്ടായിരിക്കും ഏറ്റവും അധികം കൊതിക്കുന്നത്. Hallelujah. മനസ്സിലായവർ ചേർന്നൊരു ഹാലലുയ പറയാമോ? Shout a big hallelujah to Jesus. ശബ്ദമുയർത്തി ഒരു ഹാലലുയ പറഞ്ഞാലോ? In some families, wives always demand to the husband, I want this, I want this, I want this, and I want that. ചില കുടുംബങ്ങളിൽ അവിടെയുള്ള ഭാര്യമാർ എല്ലായ്പ്പോഴും ഭർത്താക്കന്മാരോട് അത് വേണം, ഇത് വേണം, ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നവരാണ്. The husband may be willing to give everything. ഭർത്താവിനാണെങ്കിൽ ഇതെല്ലാം കൊടുക്കാനായിട്ടുള്ള ആഗ്രഹമുണ്ട് താനും. But if the husband is not getting the real love from her, after some time the husband will say, you want only my money, you want only the things from me, you don't want me, you don't love me. എന്നാൽ ഭർത്താക്കന്മാർ അവർ ആഗ്രഹിക്കുന്ന സ്നേഹം ഭാര്യമാരിൽ നിന്ന് ലഭിക്കുന്നില്ലെങ്കിൽ അവർ ഭാര്യമാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളെ പ്രതി അവരിങ്ങനെ പറയും, നിനക്ക് എന്നോട് ഒട്ടും സ്നേഹമില്ല, നീ എന്നെ ഒരിക്കലും കരുതുന്നില്ല, നിനക്ക് എൻ്റെ പണം മാത്രം മതി, എൻ്റെ നന്മകൾ മാത്രം മതി എന്ന് അവർ പറയും. Hallelujah. Hallelujah. The beauty of a relationship is mutual love, not just giving gifts. ഓർക്കുക, കുടുംബ ജീവിതത്തിന്റെ ബന്ധങ്ങളുടെ ഏറ്റവും വലിയ മനോഹാരിത എന്നുള്ളത് അവർ തമ്മിലുള്ള സ്നേഹമാണ്. Hallelujah. Hallelujah. In the same way, അതുപോലെ തന്നെ if you are seeking Jesus only for gifts, only for blessings, that is a wrong relationship. നിങ്ങൾ യേശുവിനെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടോ രോഗസൗഖ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ മാത്രമാണ് സ്നേഹിക്കുന്നത്, സമീപിക്കുന്നതെങ്കിൽ അത് ഏറ്റവും തെറ്റായ ഒരു കാര്യമാണ്. The Bible says, ബൈബിൾ പറയുന്നു, Jesus loved us even when we were sinners. ബൈബിൾ പറയുന്നു, നാം പാപികളായിരുന്നപ്പോൾ തന്നെ യേശു നമ്മെ സ്നേഹിച്ചു. Even before we learn to say സ്തോത്രം, Jesus loved us. യേശുവിനോട് ഒരു സ്തോത്രം പറയാനുള്ള പരിശീലനം ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ പോലും യേശു നമ്മെ സ്നേഹിച്ചു. Even before we put some offering, Jesus loved us. യേശുവിന് ഒരു സ്തോത്ര കാഴ്ച കൊടുക്കാൻ തുടങ്ങുന്നതിന് മുൻപ് പോലും യേശു നമ്മെ സ്നേഹിച്ചു. Even before you sponsored an episode of Blessing Today, Jesus loved us. ഒരു ബ്ലെസ്സിംഗ് ടുഡേ എപ്പിസോഡ് നിങ്ങൾ സ്പോൺസർ ചെയ്യുന്നതിന് മുൻപ് പോലും അവൻ നിങ്ങളെ സ്നേഹിച്ചു. Hallelujah. Hallelujah. That is an unconditional love. കാരണം അതാണ് വ്യവസ്ഥകളില്ലാത്ത സ്നേഹം എന്നുള്ളത്. Not based on service or not based on offering something to him. ഓർക്കുക, നാം അവന് കൊടുക്കുന്ന സേവനത്തെയോ സ്തോത്ര കാഴ്ചയോ ആധാരമാക്കി അല്ല അവന്റെ സ്നേഹം നമ്മോട് പ്രകടമാക്കിയിരിക്കുന്നത്. Jesus, this is the last day. If you don't heal me today, I will never pray, I will never read the Bible, I will never go to any blessing festival. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ചിലർ പറയുന്നുണ്ടായിരിക്കും, യേശുവേ ഇതെന്റെ അവസാനത്തെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലാണ്, ഈ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലെങ്കിലും നീ എന്നെ സൗഖ്യമാക്കിയില്ലെങ്കിൽ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് വിടുതൽ തന്നില്ലെങ്കിൽ ഇനി ഞാൻ ഒരു ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിനല്ല, ഒരു ബ്ലെസ്സിംഗ് ടുഡേ പ്രോഗ്രാം പോലും ഞാൻ കാണില്ല. I will not read the Bible, ഞാൻ ബൈബിളും വായിക്കില്ല, I will never pray, ഞാൻ ഒരിക്കലും I പ്രാർത്ഥിക്കില്ല, have no connection with you. ഞാൻ നിന്നോട് ഒരു ബന്ധവുമില്ല, കൂട്ടുവെട്ടി. So many people are like that. ചില ആളുകളൊക്കെ ഇതുപോലെയാണ്. That is not the real love. എന്നാൽ ഇതല്ല യഥാർത്ഥ സ്നേഹം എന്നുള്ളത്. Hallelujah. ഹല്ലേലൂയ. The real love is so pure. യഥാർത്ഥ സ്നേഹം എന്നുള്ളത് അത് നിർമ്മലമാണ്. It is not based on getting something, it is not based on
give and take. ഓർക്കുക, ഇത് ഒരിക്കലും എന്തെങ്കിലും കിട്ടുന്ന കൊടുക്കൽ വാങ്ങലുകളിൽ ആധാരപ്പെട്ട് അടിസ്ഥാനപ്പെട്ട് കിടക്കുന്നതല്ല. Can I tell you something? ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ. Even if all our prayers are not answered, we have to love him because he is our maker. ഓർക്കുക, നമ്മുടെ ഒരു പ്രാർത്ഥനാ വിഷയത്തിന് പോലും അവൻ മറുപടി തന്നില്ലെങ്കിലും നാം അവനെ സ്നേഹിക്കേണ്ടതുണ്ട്. കാരണം അവനാണ് നമ്മുടെ സൃഷ്ടാവ്. He is the manufacturer of our person. നമ്മുടെ വ്യക്തിത്വത്തെ പണിതെടുത്ത ശില്പിയാണ് നമ്മുടെ ദൈവം എന്നുള്ളത്. That's why when Jesus gave us the essence of all the commandments in the Old Testament, he said you have to love the Lord with all your heart, with all your spirit, with all your mind, with all your strength. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ ദൈവം തമ്പുരാൻ നൽകിയ 10 കൽപ്പനകളെയും കാച്ചിക്കുറുക്കിക്കൊണ്ട് യേശു കർത്താവ് 2 കൽപ്പനകളിൽ ഒതുക്കിയ ആദ്യത്തെ കൽപ്പനയിൽ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണമെന്ന് കൽപ്പന നൽകിയത്. Hallelujah. ഹല്ലേലൂയ. Jesus' love for us is a one-way love. യേശു കർത്താവിന് നമ്മോടുള്ള സ്നേഹം എന്നുള്ളത് അത് ഒരു വഴിക്ക് മാത്രം വരുന്ന സ്നേഹമാണ്. That means even if we don't love him, he still loves us. അതിൻ്റെ അർത്ഥം ഇതാണ്, അങ്ങോട്ടൊരു സ്നേഹം യേശുവിന് കൊടുത്തില്ലേലും അവന് പ്രശ്നമല്ല, അവൻ നമ്മെ എല്ലാ കാലവും സ്നേഹിച്ചുകൊണ്ടിരിക്കും. Because the Bible says God is love. എന്തുകൊണ്ടാണ് ഇതങ്ങനെ പറയുന്നത്? ബൈബിൾ പറയുന്നു ദൈവം സ്നേഹമാകുന്നു. That means God is full of love for us. അതിന്റെ അർത്ഥം ദൈവത്തിന് നമ്മോട് പൂർണ്ണമായി നിറഞ്ഞ സ്നേഹമുണ്ട്. Hallelujah. ഹല്ലേലൂയ. Some people they think today I could not pray very well, so today I will have God's love in a lesser degree. ചില ആളുകൾ ചിന്തിച്ചു വെച്ചിരിക്കും, ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം എനിക്ക് ശരിക്കും ഒന്നും പ്രാർത്ഥിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഇന്ന് ദൈവത്തിന് എന്നോട് കുറച്ച് സ്നേഹം കുറവ് കാണും, കുറച്ചേ സ്നേഹം ഉണ്ടാവും. Because we try to equate God's love with human love. കാരണം നാം പലപ്പോഴും മനുഷ്യർ തമ്മിലുള്ള സ്നേഹത്തിന്റെ ബന്ധവും ആഴത്തിന്റെ അളവിലാണ് ദൈവസ്നേഹത്തെയും നാം കണക്ക് കൂട്ടുന്നത്. If a child is studying in 5th standard, ഒരു കുട്ടി 5ാം ക്ലാസ്സിൽ പഠിക്കുകയാണെന്ന് കരുതുക, and the teacher gave him some homework. ടീച്ചർ ആ കുട്ടിക്ക് ചില ഗൃഹപാഠങ്ങൾ നൽകിയെന്ന് കരുതുക. The next day he failed to do the homework. എന്നാൽ അടുത്ത ദിവസം ടീച്ചർ കൊടുത്ത ഹോംവർക്ക് ചെയ്യുന്നതിൽ അവൻ ചെയ്യാതെ അവൻ ക്ലാസ്സിൽ ചെന്നു. The teacher will be very angry. Why, child? Why did you? ടീച്ചറിന് ഭയങ്കര ദേഷ്യം, എന്തുകൊണ്ടാണ് നീ ഹോംവർക്ക് ചെയ്യാതെ വന്നത്? So the child thinks that God will be like this. അപ്പോൾ കുട്ടി ചിന്തിക്കും, എൻ്റെ ടീച്ചറെ പോലെ ആയിരിക്കും ദൈവവും. If I fail to do my duties, God will definitely hate me. എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നതിൽ ഞാൻ എന്തെങ്കിലും വിട്ടുപോയാൽ, പരാജയപ്പെട്ടു പോയാൽ ദൈവം എന്നോടും ഇതുപോലെ കാർക്കശ്യമായി ഇടപെടും, സ്നേഹത്തെ കുറയ്ക്കും. Brothers and sisters, listen to me. സഹോദരന്മാരെ സഹോദരിമാരെ ദയവായി എന്നെ ശ്രദ്ധിച്ചാലും, God has a huge heart. ഓർക്കുക, ദൈവത്തിന് വിശാലമേറിയ ഒരു ഹൃദയമാണുള്ളത്. Our heart is very small. നമ്മുടെ ഹൃദയം എന്നുള്ളത് ഇതുപോലെ വളരെ ചെറുതാണ്, The size of our fist. നമ്മുടെ ഈ മുഷ്ടിയുടെ വലിപ്പമായിരിക്കും നമ്മുടെ ഹൃദയത്തിലുണ്ടാവുക. But God's heart is not like this. എന്നാൽ ദൈവത്തിന്റെ ഹൃദയം ഇതുപോലെ ചെറുതല്ല. He has enough storage space in his heart to love you. നിങ്ങളെ സ്നേഹിക്കുവാൻ, കുറവുകൾ മറന്ന് സ്നേഹിക്കുവാനുള്ള വിശാലതയും അത്രയും സ്പേസും നമ്മുടെ കർത്താവിന്റെ ഹൃദയത്തിനുണ്ട്. Hallelujah. ഹല്ലേലൂയ. In some homes, children and parents will have some miscommunication and misunderstanding.
ചില കുടുംബങ്ങളിൽ മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ചില തെറ്റിദ്ധാരണകളും അതുപോലെ ചില തെറ്റായ ആശയവിനിമയ തർക്കങ്ങളും ഉണ്ടാകാറുണ്ട്. So if the mother is scolding the child, അമ്മ മകനെ വഴക്ക് പറയുകയാണെന്ന് കരുതുക. then suddenly he says, "Mommy, you don't love me. പെട്ടെന്ന് അവൻ പറയും, അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല, അല്ലെങ്കിലും You don't love me." നിങ്ങൾ അല്ലെങ്കിലും എന്നെ സ്നേഹിക്കുന്നില്ല. But mommy knows that she is giving the advice or scolding just for his well-being. എന്നാൽ അമ്മയ്ക്കൊരു കാര്യം അറിയാം, തൻ്റെ മകനെ അവൾ വഴക്ക് പറയുന്നതും അതുപോലെ അവൾ ശകാരിക്കുന്നത് ഉപദേശിക്കുന്നത് ആ മകൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ്. I will give you a scripture today. ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു വേദവചനം നൽകാനായി This പോകുകയാണ്. is from John chapter 3. ഇത് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിന്ന് verses 19 onwards. അതിന്റെ 19 മുതൽ ഉള്ള വേദവചനങ്ങളാണ്. This is the verdict. Light has come into the world, but people loved darkness instead of light because their deeds were evil. ശിക്ഷാവിധി എന്നതോ വെളിച്ചം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തിന് പകരം ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. Listen to me. ദയവായി എന്നെ ശ്രദ്ധിച്ചാലും. Remember this. Our God is a loving God. ഓർക്കുക, നമ്മുടെ ദൈവം സ്നേഹവാനായ ദൈവമാണ്. But he hates sin. എന്നാൽ അവൻ പാപത്തെ വെറുക്കുന്നു. That means അതിന്റെ അർത്ഥം God loves all of us. ദൈവം നമ്മെ എല്ലാവരെയും സ്നേഹിക്കുന്നു. But if we do some sin, എന്നാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പാപം ചെയ്താൽ that sin God does not love. നമ്മുടെ ജീവിതത്തിലെ പാപത്തെ കർത്താവിന് ഇഷ്ടമല്ല. Hallelujah. ഹല്ലേലൂയ. Your 3-year-old kid went to play. നിങ്ങളുടെ 3 വയസ്സുകാരനായ കുട്ടി കളിക്കാനായി പോകുന്നു. And the boy is coming back. കളി കഴിഞ്ഞ് അവൻ തിരിച്ചു വന്നു. When he went to the playground, അവൻ ആ കളിസ്ഥലത്തിലേക്ക് പോയപ്പോൾ he was wearing beautiful pressed ironed good clothes. അവൻ പോയപ്പോൾ നല്ല വൃത്തിയുള്ള കഴുകി മനോഹരമായി തേച്ചെടുത്ത വസ്ത്രമിട്ടിട്ടാണ് പോയത്. And you bathed him, put powder, spray and everything. അവനെ കുളിപ്പിച്ച് പൗഡറൊക്കെ പൂശി സ്പ്രേ ഒക്കെ അടിച്ചിട്ടായിരിക്കും വിട്ടിരിക്കുന്നത്. But after playing, when he comes back, എന്നാൽ അവന്റെ കളിയൊക്കെ കഴിഞ്ഞ് അവൻ മടങ്ങി വന്നപ്പോൾ full of mud. മുഴുവൻ ചെളി പിടിച്ചു. Full of mud. മുഴുവൻ മണ്ണ് പിടിച്ചു. Covered with dust. പൊടിയിൽ കുളിച്ച്. What is your attitude? എന്തായിരിക്കും ആ കുഞ്ഞിനോടുള്ള നിങ്ങളുടെ You മനോഭാവം? still love your child. നിങ്ങൾ അപ്പോഴും ചെളി പിടിച്ച് പുരണ്ടിരിക്കുന്ന മകനെ സ്നേഹിക്കുന്നുണ്ട്. But you don't love the dirt. എന്നാൽ ആ അവന്റെ ദേഹത്ത് പുരണ്ടിരിക്കുന്ന അഴുക്കിന് നിങ്ങൾ ഒരിക്കലും ഉമ്മ കൊടുക്കാറില്ല. അത് നിങ്ങൾക്ക് ഇഷ്ടമല്ല. This is what God is doing. ഇതാണ് കർത്താവ് നിങ്ങളോട് He ചെയ്യുന്നത്. loves us. അവൻ നമ്മെ സ്നേഹിക്കുന്നു. ഈ ആൻറ്റിയുടെ പേര് മേരി പോൾ എന്നാണ്. അണ്ണാനഗറിൽ നിന്നാണ് ആൻറ്റി വരുന്നത്. 2014 ജൂൺ മാസമായപ്പോഴേക്കും ആൻറ്റിക്ക് ശക്തമായ കാൽവേദന അനുഭവപ്പെടാൻ തുടങ്ങി. താൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ബുദ്ധിമുട്ട് കൂടി വന്നപ്പോൾ ആൻറ്റി ഹോസ്പിറ്റലിൽ ചെന്നു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു വെരിക്കോസ് വെയിനിൻ്റെ അസുഖമാണ്. അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് ഈ പ്രായത്തിൽ അതിനൊരു ട്രീറ്റ്മെൻറ്റും ഉണ്ടാകില്ല. ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്താലും അതിന് റിസൾട്ട് ഉണ്ടാവാൻ വലിയ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു. നെഗറ്റീവായിട്ടുള്ള മറുപടിയാണ് ഡോക്ടർ പറഞ്ഞ് തന്നെ വിട്ടത്. ആൻറ്റി വീട്ടിൽ വന്നു. ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ തൻ്റെ കാര്യങ്ങളെല്ലാം നടത്തുവാൻ വളരെ പ്രയാസമായിരുന്നു. വടി കുത്തിപ്പിടിച്ചിട്ടാണ് താൻ നടക്കാൻ ശ്രമിച്ചത്. 1-2 അടി നടക്കുമ്പോഴേക്കും ക്ഷീണിക്കും. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആൻറ്റി പറഞ്ഞത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് താൻ ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം കാണാൻ തുടങ്ങിയത്. അതിനു മുമ്പേ കാണുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ
2014 ഓഗസ്റ്റ് മാസത്തിൽ ഒരു ദിവസത്തെ ഡേറ്റ് തനിക്ക് ഓർമ്മയില്ല എന്നാണ് പറഞ്ഞത്. ആൻറ്റി പറയുന്നു, അന്നത്തെ ഒരു ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാമിൽ ഇവിടുത്തെ ഡാമിയൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, വെരിക്കോസ് വെയിനിൻ്റെ അസുഖമുള്ളവരെ യേശു കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. വെരിക്കോസ് വെയിൻ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഓക്കെ. ആൻറ്റി പറഞ്ഞത് അന്നത്തെ ആ TV പ്രോഗ്രാം കണ്ട് കഴിഞ്ഞതിന് ശേഷം ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തൻ്റെ കാലിൻ്റെ വേദന പൂർണ്ണമായിട്ടും മാറിപ്പോയി. ഓക്കെ. പഴയതുപോലെ വടി കുത്തിപ്പിടിച്ച് നടക്കുമ്പോൾ വേദന ഇല്ല. അങ്ങനെയാണ് ആൻറ്റി അത് മനസ്സിലാക്കാൻ തുടങ്ങിയത്. വേദന പിന്നെ അത് കഴിഞ്ഞിട്ട് വടി മാറ്റി നോക്കി, അപ്പോഴും വേദനയില്ല. ഇന്നിപ്പോൾ ആൻറ്റി ഒറ്റയ്ക്കാണ് നടന്ന് ഇവിടെ വന്നത്. ഈ സ്റ്റെപ്പൊക്കെ കയറി ഒറ്റയ്ക്കാണ് ഇവിടെ വന്ന് നിന്നത്. ആൻറ്റി പറഞ്ഞത് ആ ഓഗസ്റ്റ് മാസത്തിലൊന്നും എനിക്ക് ഇതുപോലെ ഇവിടെ വരാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു. യേശു ആൻറ്റിയെ സൗഖ്യമാക്കി എന്നാണ് ആൻറ്റി പറഞ്ഞത്. ഒരു കുഴപ്പമില്ല. ആ സമയത്ത് കാലിലൊക്കെ നല്ലതുപോലെ നടക്കാം. അതുപോലെ വ്യത്യാസം കർത്താവ് തന്നു. പിന്നെ ഞാൻ വടിയെടുത്തിട്ടില്ല, ഒത്തി നടന്നിട്ടില്ല. നോർമലി വെരിക്കോസ് വെയിന് ശരിയായൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലരൊക്കെ അതിൻ്റെ അകത്ത് നിന്ന് ബ്ലഡ് സഖ്യത കളയുക, ഇങ്ങനെ ഒത്തിരിയൊക്കെ ചെയ്യുമെങ്കിലും ശരിയായൊരു പരിഹാരം അതിനില്ല. ബട്ട് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ഹീലർ. കർത്താവ് സൗഖ്യം നൽകുന്നവനാണ്. എത്ര പേർ അത് വിശ്വസിക്കുന്നു? കൈകൾ ശക്തിയോടെ അടിച്ച് യേശുവിന് മഹത്വം കൊടുത്താൽ നമ്മുടെ കൈകൾ ഉയർത്തിപ്പിടിച്ച് ഈ സൗഖ്യത്തിനായി ദൈവത്തിന് നന്ദി പറയാം. കർത്താവ്, ഞങ്ങളെല്ലാവരും ഈ മാതാവിനോട് ചേർന്ന് അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ പ്രായത്തിൽ വേറെ ആരും കൂടെ ഇല്ലാതിരിക്കുമ്പോൾ നിൻ്റെ വാഗ്ദത്തം ഞങ്ങൾ ഓർക്കുന്നു. ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും അങ്ങ് ഞങ്ങളോട് കൂടെ ഉള്ളതിനാൽ നന്ദി പറയുന്നു. ഈ സമയത്ത് കർത്താവെ, ഈ രോഗത്തിൽ നിന്ന് വിടുതൽ നൽകിയതിന് അങ്ങേക്ക് നന്ദി പറയുമ്പോൾ തന്നെ കൈകൾ ഉയർത്തിയിരിക്കുന്ന വ്യക്തികളിലും കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, രോഗസൗഖ്യങ്ങൾ നടക്കട്ടെ. ഈ അമ്മയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഈ ബ്ലെസ്സിങ് ടുഡേ കാണുന്ന ഓരോരുത്തരെയും അങ്ങ് തൊട്ടനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ ഒരു സ്പർശനം ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫാദർ. ആസ്മ രോഗമുള്ള ചില വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്ന, പ്രത്യേകിച്ച് പത്മ അല്ലെങ്കിൽ പത്മജ അങ്ങനെ ഒരു പേരുള്ള ഒരു സഹോദരിയെ കർത്താവ് ഈ സമയത്ത് ആസ്മ രോഗത്തിൽ നിന്ന് പരിപൂർണമായി സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. താങ്ക് യു ഫാദർ. അതുപോലെ തന്നെ കരളിനുള്ള ചില രോഗങ്ങൾ ബാധിച്ച വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം. ലിവർ സിറോസിസ് പോലെയുള്ള രോഗങ്ങൾ ഈ സമയത്ത് സൗഖ്യമാകുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഹാർട്ടിൻ്റെ രോഗങ്ങൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ഫാദർ. ഇൻ ജീസസ് നെയിം. കണ്ണുകൾക്കുള്ള തകരാറുകൾ, ഗ്ലോക്കോമ തുടങ്ങിയ ചില രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ പൂർണ്ണമായും സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങ് കുഞ്ഞുങ്ങളെ നൽകി അങ്ങ് സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ പൈൽസ് രോഗമുള്ളവരെ കർത്താവ് സൗഖ്യമാക്കുന്നു. താങ്ക് യു ലോർഡ്. ദൈവം വലിയ വിടുതലുകൾ ഈ സമയത്ത് നൽകുന്നതിനാൽ നന്ദി. അലർജി രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. താങ്ക് യു ഫാദർ. ഈ സമയത്തെ കൈകൾ ഈ സ്ക്രീനിലേക്ക് നീട്ടിക്കൊണ്ട് വലിയ വിടുതലിനെ ഇപ്പോൾ വിശ്വാസത്താൽ സ്വീകരിക്കുക. യേശുവിൻ നാമത്തിൽ കർത്താവ് കൈനീട്ടി വിടുതലുകൾ കൊടുക്കുന്നതിനായി നന്ദി പറയുന്നു. കുഞ്ഞുങ്ങളില്ലാത്തവരെ പ്രത്യേകിച്ച് അങ്ങ് തൊട്ട് അനുഗ്രഹിക്കുന്നതിനാൽ നന്ദി. താങ്ക് യു ഫാദർ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും കർത്താവ് ജനങ്ങളെ വിടുവിക്കണം. പ്രത്യേകിച്ച് മാനസിക രോഗത്തിന് പലവിധ ട്രീറ്റ്മെൻറ്റുകൾ എടുത്തുകൊണ്ടിരിക്കുന്നവരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. യേശുവിൻ നാമത്തിൽ ഒരു വലിയ സൗഖ്യം അവർക്കുണ്ടാകട്ടെ. ഇനി മരുന്ന് കഴിക്കണ്ട എന്ന രീതിയിൽ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കാൻ പോകുകയാണ്. വിശ്വസിക്കുക. താങ്ക് യു ഫാദർ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനാൽ നന്ദി.
എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. നാളത്തെ പ്രോഗ്രാം കാണാൻ മറക്കരുത്. ഈ ആഴ്ചയിൽ ഒരു പ്രോഗ്രാം പോലും മിസ് ചെയ്യരുത്. ആഴ്ചയുടെ അവസാനമുള്ള ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലേക്ക് ഇപ്പോഴേ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിങ് ടുഡേ എന്നുള്ള പ്രസിദ്ധീകരണങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ലാത്തവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ആവശ്യപ്പെടാം. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. സീ യു ടുമോറോ. ബൈ. ബൈബിൾ അനിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: സകല ജഡവും ദൈവത്തിന്റെ രക്ഷയെ കാണും എന്ന് പ്രവചിച്ചത് ആര്? Who prophesied all flesh shall see the salvation of God? Options: A. യോവേൽ, B. യെഹെസ്കേൽ, C. യിരെമ്യാവ്, D. യെശയ്യാവ്. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരിയുത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM ബുക്സ് ആണ്. വിശുദ്ധനാട് സന്ദർശനം. ബ്ലെസ്സിംഗ് ടുഡേ ടീമിനോടൊപ്പം വിശുദ്ധ നാടുകൾ സന്ദർശിക്കുവാൻ ഒരവസരം. ഈജിപ്ത്, ഇസ്രായേൽ, പാലസ്തീൻ, ജോർദാൻ എന്നീ 4 രാജ്യങ്ങളിലൂടെ ബൈബിൾ പഠനയാത്ര. ഓരോ സ്ഥലങ്ങളിലും വെച്ചുള്ള ബൈബിൾ ക്ലാസ്, സംഗീതാരാധന, ബ്രദർ ഡാമിയന്റെ പ്രത്യേക ബൈബിൾ ക്ലാസും വ്യക്തിപരമായി കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരവും. നിങ്ങളുടെ സീറ്റുകൾ നേരത്തെ ബുക്ക് ചെയ്യുക. വിളിക്കുക 0484 422 111.